ഗ്രാമർ മുഴുവൻ പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഗ്രാമർ ഒത്തിരിയുണ്ട്. മുഴുവൻ പഠിച്ചെടുക്കാൻ നമുക്ക് വർഷങ്ങൾ വേണ്ടി വരും. ഗ്രാമർ ആവശ്യമില്ല എന്നല്ല, നമുക്കൊരു സെൻറ്റൻസ് കറക്റ്റായി ഫ്രെയിം ചെയ്യണമെങ്കിൽ തീർച്ചയായും ഗ്രാമർ അറിഞ്ഞിരിക്കണം. പക്ഷേ ഒരുപാട് ഗ്രാമർ അറിയില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒത്തിരി ഫ്രേസസ് ഉണ്ട് ഇംഗ്ലീഷിൽ. നേറ്റീവ് സ്പീക്കേഴ്സ് കോമൺലി യൂസ് ചെയ്യുന്ന ഈ ഫ്രേസസ് ഉപയോഗിച്ച് നമുക്കും റിയൽ നാച്ചുറൽ ഇംഗ്ലീഷ് സംസാരിക്കാം, വലിയൊരു എഫേർട്ട് ഇല്ലാതെ തന്നെ. ഇതുപോലെ നമുക്ക് വീട്ടിലും ഓഫീസിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന കുറേ ഇംഗ്ലീഷ് ഫ്രേസസ് ആണ് ഇന്നത്തെ ലെസണിലുള്ളത്. വീഡിയോ മുഴുവൻ കാണുക. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ലെസൻ്റെ ഹോംവർക്ക് ഈ ലെസൻ്റെ അവസാനം നമുക്ക് നോക്കാം. റണ്ണിങ് അറൗണ്ട് ലൈക്ക് ക്രേസി. റണ്ണിങ് അറൗണ്ട് എന്ന് പറയുമ്പോൾ ഓടി നടക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള തിരക്കിൽ ഓടി നടക്കുക, അതാണ് ആ ഒരു ഫ്രേസിന് ഒരർത്ഥം. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ ഓടി നടക്കുക എന്നൊരർത്ഥവും ഉണ്ട് അതിന്. ഇവിടെ റണ്ണിങ് അറൗണ്ട് ലൈക്ക് ക്രേസി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക എന്നാണ് അതിനർത്ഥം. ഈ എക്സാമ്പിൾ നോക്കൂ. ഇന്നലെ ഞാൻ ആകെ തിരക്കിലായിരുന്നു. ഐ വാസ് വെരി ബിസി യെസ്റ്റർഡേ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം, യെസ്റ്റർഡേ ഐ വാസ് റണ്ണിങ് അറൗണ്ട് ലൈക്ക് ക്രേസി എന്നും പറയാം. ഐ വാസ് വെരി ബിസി യെസ്റ്റർഡേ അല്ലെങ്കിൽ ഐ വാസ് ക്വൈറ്റ് ബിസി യെസ്റ്റർഡേ, ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. യെസ്റ്റർഡേ ഐ വാസ് റണ്ണിങ് അറൗണ്ട് ലൈക്ക് ക്രേസി. ഡിന്നർ കഴിക്കാൻ വീട്ടിൽ ആളുകൾ വരുന്നുണ്ട് എന്ന് കരുതുക. അപ്പോൾ അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കാനുള്ള തിരക്കിലായിരിക്കും നമ്മൾ സ്വാഭാവികമായും. ഇത് നമുക്ക് ഇങ്ങനെ പറയാം. യെസ്റ്റർഡേ ഐ വാസ് റണ്ണിങ് അറൗണ്ട് ലൈക്ക് ക്രേസി ബിക്കോസ് ഐ ഹാഡ് 20 പീപ്പിൾ കമ്മിങ് ടു ഡിന്നർ. 20 പേര് ഡിന്നർ കഴിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു ഞാൻ ഇന്നലെ മുഴുവൻ. ഐ വാസ് റണ്ണിങ് അറൗണ്ട് ലൈക്ക് ക്രേസി. ഞാൻ ആകെ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു. ബിക്കോസ് ഐ ഹാഡ് 20 പീപ്പിൾ കമ്മിങ് ടു ഡിന്നർ അല്ലെങ്കിൽ ബിക്കോസ് 20 പീപ്പിൾ വേർ കമ്മിങ് ടു ഡിന്നർ. ഐ ഹാഡ് 20 പീപ്പിൾ കമ്മിങ് ടു ഡിന്നർ എന്നതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് 20 പീപ്പിൾ വേർ കമ്മിങ് ടു ഡിന്നർ എന്ന് പറയുമ്പോഴും. ഐ വാസ് റണ്ണിങ് അറൗണ്ട് ലൈക്ക് ക്രേസി യെസ്റ്റർഡേ ബിക്കോസ് ഐ ഹാഡ് 20 പീപ്പിൾ കമ്മിങ് ടു ഡിന്നർ. റൺ അറൗണ്ട് ലൈക്ക് ക്രേസി എന്ന് പറയുമ്പോൾ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക എന്നാണ് അർത്ഥം. ചില്ലിങ് അറ്റ് ഹോം, നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണിത്. സ്വസ്ഥമായിട്ട് ഒരു ഭാഗത്തിരിക്കുക, ഒരു തിരക്കുമില്ല, സമാധാനമായിട്ട് ഒരിടത്ത് ഇരിക്കുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസാണിത്. ഇന്ന് ഞാൻ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. ടുഡേ ഐ ആം നോട്ട് ഡൂയിങ് മച്ച്. കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നതിന് ഐ ആം നോട്ട് ഡൂയിങ് മച്ച് എന്ന് പറയാം. മച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്തെങ്കിലും എന്ന അർത്ഥമാണ് അതിനുള്ളത്. ടുഡേ ഐ ആം നോട്ട് ഡൂയിങ് മച്ച്, വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയാണ്. ഐ ആം ജസ്റ്റ് ചില്ലിങ് അറ്റ് ഹോം. ഐ ആം അവിടെ നിർബന്ധമില്ല, ജസ്റ്റ് ചില്ലിങ് അറ്റ് ഹോം എന്ന് പറഞ്ഞാലും മതി. ഐ എം നോട്ട് ഡൂയിങ് മച്ച് ടുഡേ, ഇന്ന് ഞാൻ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ചില്ലിങ് അറ്റ് ഹോം, വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന്. ഇന്നലെ ഞാൻ ഓടി നടക്കുകയായിരുന്നു, ഇന്ന് പക്ഷെ സ്വസ്ഥമായിരിക്കുകയാണ്. ഐ എം ജസ്റ്റ് ചില്ലിങ് അറ്റ് ഹോം. ഗ്രാബ് എ ബൈറ്റ്. നമുക്ക് ഒരു സിറ്റ് ഡൗൺ മീലിന് സമയമില്ല എന്ന് കരുതാം. അതായത് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാനൊന്നും സമയമില്ല. ലഞ്ച് ഡിന്നർ അതൊന്നും കഴിക്കാൻ സമയമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും കഴിക്കുകയും വേണം. അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് നിന്നോ നടന്നോ ഒക്കെ കഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസാണിത്, ഗ്രാബ് എ ബൈറ്റ്. നമുക്ക് ഇരുന്ന് ലഞ്ച് കഴിക്കാനൊന്നും നേരമില്ല. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ എ ഫുൾ ലഞ്ച്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ എ ഫുൾ ലഞ്ച്, നമുക്ക് അതിന് സമയമില്ല. ക്യാൻറ്റീനിൽ നിന്നും അല്പം എന്തെങ്കിലും കഴിക്കാം, അതുകൊണ്ട് ലെറ്റ്സ് ഗ്രാബ് എ ബൈറ്റ് അറ്റ് ദ ക്യാൻറ്റീൻ. ലെറ്റ്സ് ഗ്രാബ് എ ബൈറ്റ് അറ്റ് ദ ക്യാൻറ്റീൻ. ഈ ഒരു ഫ്രേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫുൾ മീലല്ല, സ്നാക്സ് എന്തെങ്കിലും, സാൻഡ്വിച്ച്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണിത്. ലെറ്റ്സ് ഗ്രാബ് എ ബൈറ്റ് അറ്റ് ദ ക്യാൻറ്റീൻ. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ എ ഫുൾ ലഞ്ച്, നമുക്കൊരു ലഞ്ച് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല. ലെറ്റ്സ് ഗ്രാബ് എ ബൈറ്റ് അറ്റ് ദ ക്യാൻറ്റീൻ, അതുകൊണ്ട് ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെറുതായി എന്തെങ്കിലും കഴിക്കാം. ഐ എം സ്റ്റാർവിങ്. ഐ എം സ്റ്റാർവിങ് എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്നർത്ഥം. ലെറ്റ്സ് ഗ്രാബ് എ ബൈറ്റ് ബിഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ലൈറ്റായി കഴിക്കാം. ഐ എം സ്റ്റാർവിങ്, ലെറ്റ്സ് ഗ്രാബ് എ ബൈറ്റ് ബിഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാം. ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം അത് ഫിനിഷ് ചെയ്യാം, ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഈ ഒരു കാര്യം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് കോൾ ഇറ്റ് എ ഡേ. ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഐ എം ഗെറ്റിംഗ് ടയേർഡ്. ഐ എം ടയേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷീണിതയാണ്, ഓൾറെഡി ക്ഷീണിതയാണ്. ഇതങ്ങനെയല്ല, ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഐ എം ഗെറ്റിംഗ് ടയേർഡ്. നമുക്ക് ഇന്നത്തേക്ക് നിർത്താം, ഇന്നത്തെ ജോലി നമുക്ക് നിർത്തി ഇതിൻ്റെ ബാക്കി നാളെ ചെയ്യാം. ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. ഐ എം ഗെറ്റിംഗ് ടയേർഡ്, ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. അപ്പോൾ ഈ ഒരു ഫ്രേസിൻ്റെ അർത്ഥം അതാണ്, നമ്മൾ ചെയ്യുന്ന ജോലി അത് ഇന്നത്തേക്ക് നിർത്തി ഇനി ബാക്കി നാളെ ചെയ്യാം. ഈ എക്സാമ്പിൾ കൂടി നോക്കൂ.
ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. ഞാൻ ഇന്ന് ദിവസം മുഴുവൻ ജോലി ചെയ്യുകയായിരുന്നു. ഫോർ, സിൻസ്, ഓൾ ഈ എക്സ്പ്രഷൻസിന്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇന്ന് മുഴുവൻ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. ഐ തിങ്ക് ഇറ്റ് ഈസ് ടൈം ടു കോൾ ഇറ്റ് എ ഡേ. ഇന്നത്തെ ജോലി അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ടൈം ടു കോൾ ഇറ്റ് എ ഡേ. നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ കുറേ കാലം ജോലി ചെയ്തതിന് ശേഷം പിന്നെ അത് അവസാനിപ്പിച്ച് ഒരുപക്ഷെ മറ്റൊരു ഫീൽഡിലേക്ക് പോവുക അല്ലെങ്കിൽ സ്വസ്ഥമായി റിട്ടയർ ചെയ്യുക, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഈ ഫ്രേസ് ഉപയോഗിക്കാം. കോർപ്പറേറ്റ് മേഖലയിൽ 20 വർഷം ജോലി ചെയ്തതിന് ശേഷം അവൾ അതെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ആഫ്റ്റർ വർക്കിംഗ് ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ ഫോർ 20 ഇയേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ 20 ഇയേഴ്സ് ഓഫ് വർക്കിംഗ് ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ ഷീ ഫൈനലി ഡിസൈഡഡ് ടു കോൾ ഇറ്റ് എ ഡേ. ഷീ ഫൈനലി ഡിസൈഡഡ് ടു കോൾ ഇറ്റ് എ ഡേ. അതായത് ആ കോർപ്പറേറ്റ് സെക്ടറിലെ ആ കോർപ്പറേറ്റ് കരിയർ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ആഫ്റ്റർ 20 ഇയേഴ്സ് ഓഫ് വർക്കിംഗ് ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ ഷീ ഫൈനലി ഡിസൈഡഡ് ടു കോൾ ഇറ്റ് എ ഡേ. അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നീ 3 മണിക്കൂറായി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യു ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ 3 അവേഴ്സ്. നിനക്കൊരു ബ്രേക്ക് വേണ്ടേ? നമ്മൾ ചെയ്യുന്ന ഒരു ജോലി നിർത്തിയിട്ട് കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ച് വീണ്ടും അത് തുടരുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് ടേക്ക് എ ബ്രേക്ക് ആണ്. അതിന് നമ്മളിവിടെ ക്വാളിറ്റി ഡേ എന്ന് പറയില്ല. ക്വാളിറ്റി ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദിവസത്തെ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു, ഇനി നാളെയേ തുടങ്ങും, അങ്ങനെ ഒരു മീനിങ് ആണ് അതിനുള്ളത്. ഇതങ്ങനെയല്ല, ഒരു ഷോർട്ട് ഇന്റർവൽ, ഒരു ചെറിയൊരു ഇടവേള അത് എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രേസ് ടേക്ക് എ ബ്രേക്ക് ആണ്. യു ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ 3 അവേഴ്സ്. ഡോണ്ട് യു വാണ്ട് ടു ടേക്ക് എ ബ്രേക്ക്? നിനക്കൊരു ബ്രേക്ക് എടുക്കണ്ടേ? ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ബ്രേക്ക് എടുക്കും. ഐ വിൽ ടേക്ക് എ ബ്രേക്ക്. ഞാനൊരു ബ്രേക്ക് എടുക്കും. ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഐ ഹാവ് എഡിറ്റഡ് ദിസ് വീഡിയോ. ഐ വിൽ ടേക്ക് എ ബ്രേക്ക് ആഫ്റ്റർ ഐ ഹാവ് എഡിറ്റഡ് ദിസ് വീഡിയോ. ഇവിടെ ആഫ്റ്റർ ഐ ഹാവ് എഡിറ്റഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ആഫ്റ്റർ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാലും മതി. ഐ വിൽ ടേക്ക് എ ബ്രേക്ക് ആഫ്റ്റർ എഡിറ്റിംഗ് ദിസ് വീഡിയോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ബ്രേക്ക് എടുക്കും. അവനിപ്പോൾ ഇവിടെയില്ല, അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനായി പുറത്തു പോയിരിക്കുകയാണ്. നമുക്ക് ബാങ്കിൽ പോകേണ്ടി വരാറുണ്ട്, ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ടി വരും, ലെറ്ററോ പാർസലോ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് എന്തെങ്കിലും ഒരുപക്ഷെ വാങ്ങിക്കേണ്ടി വരുമായിരിക്കും. ഗ്രോസറി സ്റ്റോറിൽ പോയി എന്തെങ്കിലും സപ്ലൈസ് വാങ്ങിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി, ഒന്നുകിൽ അത് ആരെങ്കിലും കാണുന്നതിന് വേണ്ടിയായിരിക്കും, ഒരു മെസ്സേജ് നൽകുന്നതിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കളക്ട് ചെയ്യുന്നതിനോ ഡെലിവറി ചെയ്യുന്നതിനോ ആയിരിക്കും. ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഫ്രേസ് ആണ് റൺ എറണ്ട്സ്. അവൻ ഇപ്പോൾ ഇവിടെയില്ല. ഹീ ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെന്റ്, അല്ലെങ്കിൽ ഹീ ഈസ് നോട്ട് ഹിയർ നൗ. അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനായി പുറത്തു പോയിരിക്കുകയാണ്. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഈ ഫ്രേസ് ഉപയോഗിക്കില്ല. എറൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പുറത്തു പോകുന്നുണ്ട്, പുറത്തു പോയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹീ ഈസ് ഔട്ട് റണ്ണിങ് എറണ്ട്സ്. ഹീ ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെന്റ്. അവൻ ഇപ്പോൾ ഇവിടെയില്ല. അറ്റ് ദ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ, ഈ നിമിഷം. ഹീ ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെന്റ്. ഹീ ഈസ് ഔട്ട് റണ്ണിങ് എറണ്ട്സ്. അവൻ പുറത്തു പോയിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. ഹീ ഈസ് ഔട്ട് റണ്ണിങ് എറണ്ട്സ്. നീ എനിക്ക് വേണ്ടി അവിടെ വരെ ഒന്ന് പോയി വരാമോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഇത് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, കുഡ് യു റൺ എൻ എറണ്ട് ഫോർ മീ? കുഡ് യു റൺ എൻ എറണ്ട് ഫോർ മീ? അതായത് എനിക്ക് വേണ്ടി നീ എവിടം വരെ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. ബാങ്കിലായിരിക്കാം, പോസ്റ്റ് ഓഫീസിലായിരിക്കാം, മെഡിക്കൽ സ്റ്റോറിലായിരിക്കാം. കുഡ് യു റൺ എൻ എറണ്ട് ഫോർ മീ? നിനക്ക് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാൻ സാധിക്കുമോ? ഒന്ന് അവിടം വരെ ഒന്ന് പോവാൻ സാധിക്കുമോ? ഞാൻ ഈയിടെയായി നല്ല തിരക്കിലാണ്. ഐ എം ക്വൈറ്റ് ബിസി ദീസ് ഡേയ്സ്. എനിക്ക് ഫ്രണ്ട്സിനെ സന്ദർശിക്കാനോ എൻ്റെ കാര്യങ്ങൾക്ക് ഒന്ന് പുറത്തു പോവാനോ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു റൺ എറണ്ട്സ് ഓർ വിസിറ്റ് ഫ്രണ്ട്സ്. I am quite busy these days. I don't have time to run errands or visit friends. ഫ്രണ്ട്സിനെ സന്ദർശിക്കാനോ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഒന്ന് പുറത്തു പോവാനോ എനിക്ക് സമയം കിട്ടുന്നില്ല. I don't have time to run errands. പണ്ട് സ്കൂളിൽ പഠിച്ച ആരുമായും ഞാൻ ഇപ്പോൾ കോണ്ടാക്റ്റിലല്ല. പഴയ സുഹൃത്തുക്കളുമായി അതുപോലെ തന്നെ റിലേറ്റീവ്സുമായൊക്കെ നമ്മൾ ഫോണിലോ കത്തെഴുതിയോ ഇമെയിൽ അയച്ചോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നമ്മൾ അവരുമായി ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസാണ് കീപ്പ് ഇൻ ടച്ച്, സ്റ്റേ ഇൻ ടച്ച്, ഗെറ്റ് ഇൻ ടച്ച്. ഇതെല്ലാം സിമിലർ മീനിങ്സ് വരുന്ന ഫ്രേസസ് ആണ്. പണ്ട് സ്കൂളിൽ പഠിച്ച ആരുമായും ഞാൻ ഇപ്പോൾ കോണ്ടാക്റ്റിലല്ല. ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് എനി ഓഫ് മൈ ഓൾഡ് സ്കൂൾ ഫ്രണ്ട്സ്. ഐ എം ഇൻ ടച്ച് വിത്ത് ഹിം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും അവനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഐ എം നോട്ട് ഇൻ ടച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ അവരുമായി ഒരു ബന്ധവുമില്ല. ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് എനി ഓഫ് മൈ ഓൾഡ് സ്കൂൾ ഫ്രണ്ട്സ്. പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധം നിലനിർത്തുന്നത് സോഷ്യൽ മീഡിയ എളുപ്പമാക്കിയിരിക്കുന്നു.
സോഷ്യൽ മീഡിയ എളുപ്പമാക്കിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഹാസ് മെയ്ഡ് ഇറ്റ് ഈസി. മെയ്ഡ് ഇറ്റ് ഈസി. ഒരു കാര്യം എളുപ്പമാക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണിത്. സോഷ്യൽ മീഡിയ ഹാസ് മെയ്ഡ് ഇറ്റ് ഈസി ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ്. സോഷ്യൽ മീഡിയ ഹാസ് മെയ്ഡ് ഇറ്റ് ഈസി ടു കീപ്പ് ഇൻ ടച്ച് അല്ലെങ്കിൽ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ്. മേക്ക് സംതിങ് ഈസി എന്ന് പറയുമ്പോൾ അത് എളുപ്പമാക്കുക. മേക്ക് സംതിങ് ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ അത് വിഷമമുള്ളതാക്കുക. സോഷ്യൽ മീഡിയ ഹാസ് മെയ്ഡ് ഇറ്റ് ഈസി ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ്. പഴയ സുഹൃത്തുക്കളുമായി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എളുപ്പമാക്കിയിരിക്കുന്നു. സ്റ്റേ ഇൻ ടച്ച് എന്ന് പറഞ്ഞാലും കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ആ റിലേഷൻഷിപ്പ് കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ അവനെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കുറേ കാലമായി നമുക്ക് ഒരു അടുപ്പവും ഇല്ലാതിരുന്ന ഒരാളെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുന്നതിന്, അവർക്ക് ലെറ്റർ അയച്ചോ അവരെ ഫോൺ ചെയ്തോ മെയിൽ അയച്ചോ ഒക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഗെറ്റ് ഇൻ ടച്ച്. ഞാൻ അവനെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അഭിപ്രായത്തിൽ ഞാൻ അവനെ കോണ്ടാക്റ്റ് ചെയ്യണം. ഡു യു തിങ്ക് ഐ ഷുഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം? ഐ ഷുഡ് കോണ്ടാക്ട് ഹിം എന്നും ചോദിക്കാം. ഡു യു തിങ്ക് ഐ ഷുഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം? കീപ്പ് ഇൻ ടച്ച് അല്ലെങ്കിൽ സ്റ്റേ ഇൻ ടച്ച് എന്ന് പറയുമ്പോൾ ബന്ധം നിലനിർത്തി കൊണ്ടുപോവുക. ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറയുമ്പോൾ ബന്ധപ്പെടുക, അവരെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ പോവാനുള്ള തിരക്കിലായിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യാനുള്ള തിരക്കിലായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ബിസി എന്നല്ല പറയുന്നത്. നമുക്ക് ഒരിടത്തേക്ക് പോവാനുള്ള തിരക്കിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് ഐ വാസ് ഇൻ എ ഹറി എന്നാണ്. നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കാനുള്ള തിരക്കിലായിരുന്നു. ഐ വാസ് ഇൻ എ ഹറി. പോവാനുള്ള തിരക്ക് എന്ന് പറയുമ്പോൾ ഐ വാസ് ഇൻ എ ഹറി ടു ലീവ്. ഐ വാസ് ഇൻ എ ഹറി ടു ലീവ്. ഇവിടെ ഹറിക്ക് മുന്നിൽ എ ഉണ്ട്. ഞാൻ ഒട്ടും തിരക്കിലല്ല എന്ന് പറയാൻ ഐ എം ഇൻ നോ ഹറി എന്നാണ് പറയുന്നത്. നോ ഹറി എന്ന എക്സ്പ്രഷനിൽ പിന്നെ എ വരുന്നില്ല. ഐ എം ഇൻ നോ ഹറി. ഞാൻ ഒട്ടും തിരക്കിലല്ല, എനിക്ക് പോവാനൊരു തിരക്കുമില്ല. ഐ വാസ് ഇൻ എ ഹറി ടു ലീവ് എന്ന് പറയുമ്പോൾ ഞാൻ പോവാനുള്ള തിരക്കിലായിരുന്നു. ഞങ്ങൾ അത്ര തിരക്കിലായിരുന്നതിനാൽ ഞങ്ങളുടെ ടിക്കറ്റ് എടുക്കാൻ മറന്നു. പോവാനുള്ള തിരക്കിലായിരുന്നു. ആ തിരക്ക് ഒരുപാടുണ്ടായിരുന്നത് കാരണം ടിക്കറ്റ് എടുക്കാൻ പോലും മറന്നുപോയി. വി വർ ഇൻ സച്ച് എ ഹറി ദാറ്റ് വി ഫോർഗോട്ട് ടു ടേക്ക് അവർ ടിക്കറ്റ്സ്. വി വർ ഇൻ സച്ച് എ ഹറി ദാറ്റ് വി ഫോർഗോട്ട് ടു ടേക്ക് അവർ ടിക്കറ്റ്സ്. ഇവിടെ സച്ചിന് പകരം നമുക്ക് സോ ഉപയോഗിക്കാൻ സാധിക്കില്ല. സോ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവിന് മുന്നിലാണ്. എ ഹറി എന്നത് ഒരു നൗൺ ഫ്രേസ് ആണ്. ഒരു നൗൺ ഫ്രേസിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുക സച്ച് ആണ്. ആ നൗൺ ഫ്രേസിന് മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് സച്ച് ആണ്. സോ ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ്സിന് മുന്നിലാണ്. വി വർ ഇൻ സച്ച് എ ഹറി ദാറ്റ് വി ഫോർഗോട്ട് ടു ടേക്ക് അവർ ടിക്കറ്റ്സ്. ഞങ്ങളുടെ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ മറന്നു, അത്ര തിരക്കിലായതിനാൽ. ഇവിടെ എ ഹറി എന്ന നൗൺ ഫ്രേസിന് പകരം ബിസി എന്ന അഡ്ജക്റ്റീവ് ആണെങ്കിൽ നമ്മൾ സോ തന്നെ ഉപയോഗിക്കുക. ഐ വാസ് സോ ബിസി ദാറ്റ് ഐ കുഡിൻ ഈവൻ ഹാവ് ലഞ്ച്. എനിക്ക് അത്ര തിരക്കായതിനാൽ ഭക്ഷണം കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ പോലും സാധിച്ചില്ല. ഐ വാസ് സോ ബിസി ദാറ്റ് ഐ കുഡിൻ ഈവൻ ഹാവ് ലഞ്ച്. സോ ദാറ്റ് ആയാലും സച്ച് ദാറ്റ് ആയാലും കോസും ഇഫക്റ്റും അതിനെക്കുറിച്ച് പറയാനായി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ്. ഞാൻ ഫോൺ എടുക്കാൻ ചെന്നു. ഐ വെന്റ് ടു പിക്കപ്പ് ദ ഫോൺ അല്ലെങ്കിൽ പിക്കപ്പ് ദ റിസീവർ. ഐ വെന്റ് ടു പിക്കപ്പ് ദ റിസീവർ. പക്ഷെ അപ്പോഴേക്കും അത് റിങ് ചെയ്തത് നിന്നിരുന്നു. ബട്ട് ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് റിങ്ങിങ്. ഐ വെന്റ് ടു പിക്കപ്പ് ദ റിസീവർ ബട്ട് ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് റിങ്ങിങ്. അത് റിങ് ചെയ്യുന്നത് നിന്നിരുന്നു. ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് റിങ്ങിങ്. ആദ്യം നടന്ന പ്രവൃത്തി അതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാൻ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചത്. ഇന്ന് സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരാനുള്ള ഊഴം നിന്റെയാണ്. നിന്റെ ഊഴമാണ്. ഇറ്റ് ഈസ് യുവർ ടേൺ. ടുഡേ ഇറ്റ് ഈസ് യുവർ ടേൺ ടു പിക്കപ്പ് കിഡ്സ് ആഫ്റ്റർ സ്കൂൾ അല്ലെങ്കിൽ ഫ്രം സ്കൂൾ. ആഫ്റ്റർ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂൾ കഴിഞ്ഞ്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഫ്രം സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്ന്. ടുഡേ ഇറ്റ് ഈസ് യുവർ ടേൺ ടു പിക്കപ്പ് ദ ചിൽഡ്രൻ ഫ്രം സ്കൂൾ. ടുഡേ ഇറ്റ് ഈസ് യുവർ ടേൺ ടു പിക്കപ്പ് ദ ചിൽഡ്രൻ ആഫ്റ്റർ സ്കൂൾ അല്ലെങ്കിൽ ഫ്രം ദ സ്കൂൾ. സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതിനുള്ള ഊഴം നിന്റെയാണ്. ലഞ്ച് ടൈമിന് മുമ്പ് വിശന്നാലോ എന്ന് കരുതി ഞാൻ എപ്പോഴും കുറച്ച് സ്നാക്സ് കൂടെ കൊണ്ടുപോകും. എപ്പോഴുമാണ്, ഇപ്പോഴുമല്ല. ഇതൊരു പ്രിക്വേഷൻ ആണ്. നമുക്ക് വിശന്നാലോ എന്ന് കരുതി നമ്മൾ അല്പം സ്നാക്സ് കയ്യിൽ കരുതാറുണ്ട്. ഇങ്ങനെ പ്രിക്വേഷൻസിനെ കുറിച്ച്, അതായത് ഒരു കാര്യം സംഭവിച്ചാലോ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസാണ് ഇൻ കേസ്. അതിന്റെ മുന്നിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കാം. ലഞ്ച് ടൈമിന് മുമ്പ് വിശന്നാലോ എന്ന് കരുതി ഞാൻ എപ്പോഴും കുറച്ച് സ്നാക്സ് കൂടെ കൊണ്ടുപോകും. ഐ ഓൾവേസ് ടേക്ക് സം സ്നാക്സ് ജസ്റ്റ് ഇൻ കേസ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം. ഐ ഓൾവേസ് ടേക്ക് സം സ്നാക്സ് വിത്ത് മീ ജസ്റ്റ് ഇൻ കേസ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം. ലഞ്ച് ടൈമിന് മുമ്പ് വിശന്നാലോ എന്ന് കരുതി കുറച്ച് സ്നാക്സ് കൂടെ കൊണ്ടുപോകും. ഇൻ കേസിന് ഈഫിന്റെ അർത്ഥമല്ല ഉള്ളത്. ഇഫ് ഒരു കണ്ടീഷനാണ്. ഒരു കാര്യം ചെയ്താൽ മറ്റൊരു കാര്യം സംഭവിക്കുമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതങ്ങനെയല്ല.
ഒരു കാര്യം സംഭവിച്ചാലോ എന്ന് കരുതി നമ്മൾ മറ്റൊരു കാര്യം ഓൾറെഡി ചെയ്യുന്നതിനെ കുറിച്ച് പറയാനാണ് ഇൻ കേസ് ഉപയോഗിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതിനെ കുറിച്ച് പറയാനല്ല, സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രിക്വേഷനായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഇൻ കേസ് ഉപയോഗിക്കുന്നത്. ഐ ഓൾവേസ് ടേക്ക് സം സ്നാക്സ് വിത്ത് മീ ജസ്റ്റ് ഇൻ കേസ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം. നീ ടൗണിൽ പോകുമ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഗ്രോസറീസ് നിനക്ക് കൊണ്ടുവരാൻ കഴിയുമോ? നീ ടൗണിൽ പോകുമ്പോൾ വെൻ യു ഗോ ടു ടൗൺ, ഞാൻ ഓർഡർ ചെയ്ത ഗ്രോസറീസ് നിനക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ക്യാൻ യു പിക്കപ്പ് ദ ഗ്രോസറീസ് ഐ ഓർഡേഡ്. വെൻ യു ഗോ ടു ടൗൺ ക്യാൻ യു പിക്കപ്പ് ദ ഗ്രോസറീസ് ഐ ഓർഡേഡ്. ഞാൻ ഓർഡർ ചെയ്ത ഗ്രോസറീസ് ഐ ഓർഡേഡ്. ക്യാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുഡ് ഉപയോഗിക്കാം. കുഡ് കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. വെൻ യു ഗോ ടു ടൗൺ കുഡ് യു പിക്കപ്പ് ദ ഗ്രോസറീസ് ഐ ഓർഡേഡ്. ഇങ്ങനെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് പോയി കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമുക്ക് പിക്കപ്പ് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നതിനെ കുറിച്ച്, എയർപോർട്ടിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, കുട്ടികളെ സ്കൂളിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ഈ ഫ്രേസൽ വെർബ് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാധനങ്ങൾ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഈ ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. എന്തെങ്കിലും ഒന്ന് നിലത്ത് നിന്ന് എടുത്ത് ഉയർത്തുന്നതിനെ കുറിച്ച് പറയാനും നമുക്ക് ഈ ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. മഴ പെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പ്രവചനമില്ല, അങ്ങനെ ഒരു ഫോർകാസ്റ്റ് ഇല്ല. ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ദർ ഈസ് നോ റെയിൻ ഫോർകാസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ ഫോർകാസ്റ്റ് ഡിഡിൻ മെൻഷൻ റെയിൻ എന്നും പറയാം. ഫോർകാസ്റ്റില്, കാലാവസ്ഥ പ്രവചനത്തില് മഴ പറയുന്നില്ല, ദ ഫോർകാസ്റ്റ് ഡിഡിൻ മെൻഷൻ റെയിൻ, അല്ലെങ്കിൽ ദർ ഈസ് നോ റെയിൻ ഫോർകാസ്റ്റ്. പക്ഷെ ഞാൻ എന്തായാലും ഒരു കുട എടുക്കുന്നുണ്ട്, അഥവാ പെയ്താലോ എന്ന് കരുതി ഞാൻ കുട എടുക്കുന്നുണ്ട്. ബട്ട് ഐ ആം ടേക്കിംഗ് എൻ അംബ്രല്ല ജസ്റ്റ് ഇൻ കേസ്. ദ ഫോർകാസ്റ്റ് ഡിഡിൻ മെൻഷൻ റെയിൻ ബട്ട് ഐ ആം ടേക്കിംഗ് എൻ അംബ്രല്ല ജസ്റ്റ് ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ഇറ്റ് റെയിൻസ് അവിടെ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞാലും മതി. എന്തായാലും ഞാനൊരു കുട എടുക്കുന്നുണ്ട്. ദർ ഈസ് നോ റെയിൻ ഫോർകാസ്റ്റ് ബട്ട് ഐ ആം ടേക്കിംഗ് എൻ അംബ്രല്ല ജസ്റ്റ് ഇൻ കേസ്. ഞാനൊരു ചിക്കൻ വാങ്ങിക്കാം, അവർ ഡിന്നർ കഴിക്കാൻ നിന്നാലോ. അതിഥികളുണ്ട്, അവരൊരു പക്ഷേ ഡിന്നർ കഴിക്കാൻ നിൽക്കും, നമുക്കറിയില്ല. അവർ നിന്നാലോ എന്ന് കരുതി ഒരു ചിക്കൻ ഇപ്പോഴേ വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഐ വിൽ ബൈ എ ചിക്കൻ just in case they stay to dinner. I will buy a chicken just in case they stay to dinner. Stay to dinner എന്ന് പറയുമ്പോൾ ഡിന്നർ കഴിക്കാൻ നിൽക്കുക, stay for dinner എന്നും പറയാം. I will buy a chicken just in case they stay to dinner. അവർ നിന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നത്. അവര് ഭക്ഷണത്തിന് ഉണ്ടാവുമെങ്കിൽ ഞാനൊരു ചിക്കൻ വാങ്ങിക്കും എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, I will buy a chicken if they stay to dinner. അവർ ഭക്ഷണത്തിന്, ഡിന്നറിന് നിൽക്കുകയാണെങ്കിൽ ഞാനൊരു ചിക്കൻ വാങ്ങിക്കും. I will buy a chicken if they stay to dinner. If ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം അവർ നിന്നാൽ ഞാൻ വാങ്ങിക്കും എന്നാണ്. ഇൻ കേസ് ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം അവർ നിന്നാലോ എന്ന് കരുതി ഞാൻ ഓൾറെഡി വാങ്ങിക്കുന്നുണ്ട് എന്നാണ്. നീ നല്ല വേഗതയിലാണ് നടക്കുന്നത്, യു ആർ വാക്കിംഗ് ടു ഫാസ്റ്റ്. എനിക്ക് ഒപ്പം എത്താൻ പറ്റാത്ത അത്രയും വേഗത. ആ ഒരു നെഗറ്റീവ് മീനിങ് അവിടെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. യു ആർ വാക്കിംഗ് ടു ഫാസ്റ്റ്, യു ആർ വാക്കിംഗ് വെരി ഫാസ്റ്റ് എന്നും പറയാം. വെരിക്ക് ഒരു നെഗറ്റീവ് മീനിങ് ഇല്ല, നല്ല വേഗതയിൽ എന്ന അർത്ഥമേ അതിനുള്ളൂ. ടു നെഗറ്റീവായ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഡ്വർബാണ്. നെഗറ്റീവ് എക്സ്ട്രീംസിനെ കുറിച്ച് പറയാനാണ് ഈ അഡ്വർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ, വെരി, അതിനൊന്നും അങ്ങനെ നെഗറ്റീവ് മീനിങ്സ് ഇല്ല. എനിക്ക് നിന്റെ ഒപ്പം എത്താനാവുന്നില്ല, ഐ കനോട്ട് ക്യാച്ച് അപ്പ് വിത്ത് യു, അല്ലെങ്കിൽ ഐ കനോട്ട് ക്യാച്ച് അപ്പ് ടു യു. ക്യാച്ച് അപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ ഒപ്പം നടന്നെത്തുക, അതാണ് അതിനർത്ഥം. അവൾ ഒപ്പം എത്തുന്നതിന് വേണ്ടി അയാൾ നടക്കുന്നത് നിർത്തി കാത്തുനിന്നു. അയാൾ നിർത്തി, ഹി സ്റ്റോപ്ഡ്, കാത്തുനിന്നു. എൻ വെയിറ്റഡ്, അവൾക്ക് ഒപ്പം എത്തുന്നതിന് വേണ്ടി, ഫോർ ഹെർ ടു ക്യാച്ച് അപ്പ്. ഹി സ്റ്റോപ്ഡ് ആൻഡ് വെയിറ്റഡ് ഫോർ ഹെർ ടു ക്യാച്ച് അപ്പ്. ക്യാച്ച് അപ്പ് വിത്ത് ഹിം, അയാളുടെ ഒപ്പം എത്തുന്നതിന് വേണ്ടി. ഹി സ്റ്റോപ്ഡ് ആൻഡ് വെയിറ്റഡ് ഫോർ ഹെർ ടു ക്യാച്ച് അപ്പ്. അവൾ പഴയ സുഹൃത്തുക്കളുമായി വിശേഷങ്ങൾ പങ്കുവെച്ച് മണിക്കൂറുകൾ ഫോണിൽ ചിലവഴിക്കും. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഫോൺ ചെയ്ത് പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനെ കുറിച്ച് പറയാനും നമുക്ക് ഈ ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. അവൾ മണിക്കൂറുകൾ ചിലവഴിക്കും, ഹാബിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഷീ സ്പെൻഡ്സ് അവേഴ്സ് ഫോണിൽ, ഓൺ ദ ഫോൺ, വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, ക്യാച്ചിങ് അപ്പ് വിത്ത് ഹെർ ഓൾഡ് ഫ്രണ്ട്സ്. ഷീ സ്പെൻഡ്സ് അവേഴ്സ് ഓൺ ദ ഫോൺ ക്യാച്ചിങ് അപ്പ് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ്. പഴയ സുഹൃത്തുക്കളുമായി വിശേഷങ്ങൾ പങ്കുവെച്ച് മണിക്കൂറുകൾ ചിലവാക്കാറുണ്ട്. ഷീ സ്പെൻഡ്സ് അവേഴ്സ് ഓൺ ദ ഫോൺ ക്യാച്ചിങ് അപ്പ് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ്. ലിഫ്റ്റ് കേടായതിനാൽ എനിക്ക് സ്റ്റെപ്സ് കയറേണ്ടി വന്നു. ഒരു സാധനം കേടാണ് എന്ന് പറയാൻ നമുക്ക് ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയാം. എനിക്ക് സ്റ്റെപ്സ് കയറേണ്ടി വന്നു. ഐ ഹാഡ് ടു ടേക്ക് ദ സ്റ്റെയർസ്, അല്ലെങ്കിൽ ഐ ഹാഡ് ടു ക്ലൈംബ് ദ സ്റ്റെയർസ്. ആയിരുന്നതിനാൽ, ബിക്കോസ് ദ ലിഫ്റ്റ് വാസ് ഔട്ട് ഓഫ് ഓർഡർ.
ഐ ഹാഡ് ടു ടേക്ക് ദ സ്റ്റെയർസ് ബിക്കോസ് ദ ലിഫ്റ്റ് വാസ് ഔട്ട് ഓഫ് ഓർഡർ. ലിഫ്റ്റ് ഔട്ട് ഓഫ് ഓർഡർ ആയതിനാൽ എനിക്ക് സ്റ്റെപ്സ് കയറേണ്ടി വന്നു. ടേക്ക് ദ സ്റ്റെയർസ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലൈംബ് ദ സ്റ്റെയർസ് എന്ന് പറയാം. ജോലിക്ക് പോകുന്ന എല്ലാ അമ്മമാരെയും പോലെ അവളും എപ്പോഴും നല്ല തിരക്കിലാണ്. ഒരു കാര്യം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് ഓൺ ദ ഗോ. അതായത് ഒരു ഭാഗത്ത് സ്വസ്ഥമായി ഇരിക്കാതെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് ഓൾ വർക്കിംഗ് മദേഴ്സ്. ജസ്റ്റ് ലൈക്ക് ഓൾ വർക്കിംഗ് മദേഴ്സ്. ജോലിക്ക് പോകുന്ന എല്ലാ അമ്മമാരെയും പോലെ അവളും എപ്പോഴും നല്ല തിരക്കിലാണ്, എപ്പോഴും ബിസിയാണ്, ആക്റ്റീവാണ്. ഷീ ഈസ് ഓൾവേസ് ഓൺ ദ ഗോ. ലൈക്ക് ഓൾ വർക്കിംഗ് മദേഴ്സ്. എല്ലാ അമ്മമാരെയും പോലെ. ഷീ ഈസ് ഓൾവേസ് ഓൺ ദ ഗോ. എപ്പോഴും ബിസിയും ആക്റ്റീവും ആണ്. ലൈക്ക് ഓൾ വർക്കിംഗ് മദേഴ്സ്. ലൈക്കിന് അർത്ഥം പോലെ എന്നാണ്. ഓൺ ദ ഗോ എന്നതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിൽ, ആ ഒരു മീനിങ്ങിലും നമ്മൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യും. മൊബൈൽ ബാങ്കിങ് ഉള്ളത് കാരണം യാത്ര ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ പണം കൈകാര്യം ചെയ്യാം. മൊബൈൽ ബാങ്കിങ് ഉള്ളത് കാരണം ഈ ഒരു കാര്യം പറയാൻ നമുക്ക് താങ്ക്സ് ടു മൊബൈൽ ബാങ്കിങ് എന്ന് പറയാം. താങ്ക്സ് ടു നമ്മൾ ഈ ഒരു മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒന്ന് ഉള്ളത് കാരണം. താങ്ക്സ് ടു ഹിം എന്ന് പറയുമ്പോൾ അവൻ ഉള്ളത് കാരണം. താങ്ക്സ് ടു മൊബൈൽ ബാങ്കിങ് നമുക്ക് യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ പണം കൈകാര്യം ചെയ്യാം. വി ക്യാൻ മാനേജ് മണി ഈവൻ ഓൺ ദ ഗോ. താങ്ക്സ് ടു മൊബൈൽ ബാങ്കിങ് വി ക്യാൻ മാനേജ് അവർ മണി ഓൺ ദ ഗോ. നമുക്ക് നമ്മുടെ പണം യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കും. താങ്ക്സ് ടു മൊബൈൽ ബാങ്കിങ് അല്ലെങ്കിൽ വിത്ത് മൊബൈൽ ബാങ്കിങ്. വിത്ത് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്ന അതേ അർത്ഥമാണ് താങ്ക്സ് ടു മൊബൈൽ ബാങ്കിങ്. താങ്ക്സ് ടു ഹിം എന്ന് പറയുമ്പോൾ അവൻ ഉള്ളത് കാരണം. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് സമയം ഉണ്ടായില്ല. ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ലീവിംഗ് ഫോർ വർക്ക്. ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ലീവിംഗ് ഫോർ വർക്ക്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് കഴിക്കാൻ ഞാനൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. സോ ഐ ബോട്ട് എ സാൻഡ്വിച്ച് ടു ഈറ്റ് ഓൺ ദ ഗോ. യാത്ര ചെയ്യുന്നതിനിടയിൽ കഴിക്കാൻ. ടു ഈറ്റ് ഓൺ ദ ഗോ. സോ ഐ ബോട്ട് എ സാൻഡ്വിച്ച് ടു ഈറ്റ് ഓൺ ദ ഗോ. നിന്റെ ഈ ചെറുപ്പം എന്നും നിലനിൽക്കില്ല. ചെറുപ്പം യൂത്ത്. എന്നും ഫോർ എവർ. യുവർ യൂത്ത് വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. അത് നിലനിൽക്കില്ല എന്ന് പറയാൻ നമ്മളോട് ഉപയോഗിക്കുന്ന വെർബ് ലാസ്റ്റ് ആണ്. ഇറ്റ് വോണ്ട് ലാസ്റ്റ് ലോങ് എന്ന് പറയുമ്പോൾ അത് അധിക കാലം നിലനിൽക്കില്ല. യുവർ യൂത്ത് വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. എന്നും സ്ഥിരമായി നിലനിൽക്കില്ല. അതുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. നമ്മളൊരു സിറ്റുവേഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി, അതെല്ലാം ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. സോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ഈ ചെറുപ്പം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. യാത്ര ചെയ്യണമെങ്കിൽ യാത്ര ചെയ്യുക, ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ കരിയറിലെല്ലാം ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. യുവർ യൂത്ത് വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. സോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ലാസ്റ്റ് ലോങ് എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം നിലനിൽക്കുക എന്നാണ് അർത്ഥം. ദ മൂവി ലാസ്റ്റഡ് 3 hours എന്ന് പറയുമ്പോൾ സിനിമ 3 മണിക്കൂർ നീണ്ടു നിന്നു എന്നർത്ഥം. ആ ഒരു വെർബിന്റെ യൂസ് ശ്രദ്ധിക്കുക. യുവർ യൂത്ത് വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. അത് എന്നും നിലനിൽക്കില്ല. സോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുക. എനിക്ക് ലണ്ടനിൽ ആകെ 2 ദിവസമേ ചെലവഴിക്കാൻ കിട്ടിയുള്ളൂ. ഐ ഗോട്ട് ടു സ്പെൻഡ് ഓൺലി 2 days ഇൻ ലണ്ടൻ. ഐ ഗോട്ട് ടു സ്പെൻഡ്. പക്ഷെ അത് ഞാൻ ഏറ്റവും നന്നായി വിനിയോഗിച്ചു. ബട്ട് ഐ മെയ്ഡ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. പക്ഷെ ഞാനത് ഏറ്റവും നന്നായി ഉപയോഗിച്ചു. ഐ ഗോട്ട് ടു സ്പെൻഡ്. എനിക്ക് അത്രയേ കിട്ടിയുള്ളൂ. ഐ ഗോട്ട് ടു സ്പെൻഡ് ഓൺലി 2 days ഇൻ ലണ്ടൻ ബട്ട് ഐ മെയ്ഡ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ഞാൻ അവിടെ പോവാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് സാധിക്കുന്നത് പോലെ എല്ലാം ചെയ്തു. ഐ മെയ്ഡ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ഇവ എപ്പോഴും ലഭിക്കുന്ന തരത്തിലുള്ള അവസരങ്ങളല്ല. ദീസ് ആർ ഇൻ ദ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് യു ഓഫൺ ഗെറ്റ്. ദീസ് ആർ ഇൻ ദ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ. ദീസ് ആർ ഇൻ ദ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് യു ഓഫൺ ഗെറ്റ് അല്ലെങ്കിൽ ഓൾവേസ് ഗെറ്റ്. ഓഫൺ ഗെറ്റ് എന്ന് പറയുമ്പോൾ കൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് അവ പരമാവധി പ്രയോജനപ്പെടുത്തുക. സോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ദം. These are in the kind of opportunities you often get അല്ലെങ്കിൽ you would often get. So make the most of them. അവ പരമാവധി നന്നായി പ്രയോജനപ്പെടുത്തുക. Make the most of something എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായി അത് വിനിയോഗിക്കുക എന്നർത്ഥം. ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ അവളുടെ പുതിയ സ്കൂളുമായി പൊരുത്തപ്പെട്ടു. അവൾ ആ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങി. ഈ ഒരു കാര്യം പറയാൻ നമുക്ക് സെറ്റിൽ ഡൗൺ എന്ന വെർബ് യൂസ് ചെയ്യാം. The girl soon settled down in her new school. The girl soon settled down in her new school. നമ്മൾ നമ്മുടെ ജോലിയുമായി പൊരുത്തപ്പെട്ടു എന്ന് പറയാനും നമുക്ക് പറയാം. സെറ്റിൽ ഡൗൺ ഇൻ ദ ജോബ് എന്ന് പറയാം. നമ്മളൊരു സ്ഥലത്തേക്ക് താമസം മാറിയിട്ട് ആ പുതിയ നെയ്ബർഹുഡുമായി നമ്മൾ പൊരുത്തപ്പെട്ടു, അതുമായി ഇണങ്ങി എന്ന് പറയാനും സെറ്റിൽ ഡൗൺ ഇൻ ദ ന്യൂ സിറ്റി എന്ന് പറയാം.
ദ ഗേൾ സൂൺ സെറ്റിൽ ഡൗൺ ഇൻ ഹെർ ന്യൂ സ്കൂൾ. പുതിയ സ്കൂളുമായി അവൾ പെട്ടെന്ന് തന്നെ ഇണങ്ങി. ആദ്യം ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. വി ഫേസ്ഡ്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി എംഫാറ്റിക് ആയി പറയണമെങ്കിൽ നമുക്ക് വി ഡിഡ് ഫേസ് എന്ന് പറയാം. വി ഡിഡ് ഫേസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇനീഷ്യലി, അല്ലെങ്കിൽ അറ്റ് ഫസ്റ്റ് വി ഡിഡ് ഫേസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി കൊണ്ടിരിക്കുകയാണ്. ബട്ട് നൗ തിങ്സ് ആർ സെറ്റിലിംഗ് ഡൗൺ ഫോർ us. We did face a lot of problems initially, but now things are settling down for us. എല്ലാം ഒന്ന് അടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ശാന്തമായി കൊണ്ടിരിക്കുകയാണ്. തിങ്സ് ആർ സെറ്റിലിംഗ് ഡൗൺ ഫോർ us. വി ഫേസ്ഡ് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ വി ഡിഡ് ഫേസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് ഊന്നി പറയുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക തന്നെ ചെയ്തു, അതാണ് അതിനർത്ഥം. പതുക്കെ ഞാനും ഒരു വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുമായി കഴിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാലക്രമേണ ഒരു വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പതുക്കെ എന്നതിന് നമുക്കിവിടെ സ്ലോലി അല്ല, ഇവൻച്വലി, കാലക്രമേണ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അഡ്വർബാണിത്, ഇവൻച്വലി. ഐ വുഡ് ലൈക്ക് ടു സെറ്റിൽ ഡൗൺ ആൻഡ് സ്റ്റാർട്ട് എ ഫാമിലി. വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് സ്റ്റാർട്ട് എ ഫാമിലി അല്ലെങ്കിൽ ഹാവ് എ ഫാമിലി. ഇവൻച്വലി ഐ വുഡ് ലൈക്ക് ടു സെറ്റിൽ ഡൗൺ ആൻഡ് സ്റ്റാർട്ട് എ ഫാമിലി. പക്ഷെ ഞാൻ ഇനിയും അതിന് തയ്യാറായിട്ടില്ല. ഇപ്പൊ പക്ഷെ ഞാൻ റെഡിയല്ല. ബട്ട് ഐ എം നോട്ട് റെഡി യെറ്റ്. ഇവൻച്വലി ഐ വുഡ് ലൈക്ക് ടു സെറ്റിൽ ഡൗൺ ആൻഡ് സ്റ്റാർട്ട് എ ഫാമിലി, ബട്ട് ഐ എം നോട്ട് റെഡി യെറ്റ്. എറ്റ് എന്ന അഡ്വർബ് പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. നമുക്കിവിടെ വേണമെങ്കിൽ ഐ ആം നോട്ട് എറ്റ് റെഡി എന്നും പറയാം. ഇവൻച്വലി എന്ന് വെച്ചാൽ കാലക്രമേണ, പതുക്കെ, സാവകാശം. ഐ വുഡ് ലൈക്ക് ടു സെറ്റിൽ ഡൗൺ ആൻഡ് സ്റ്റാർട്ട് എ ഫാമിലി, ബട്ട് ഐ എം നോട്ട് റെഡി യെറ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ഒരാളുടെ കൂടെ സമയം ചിലവഴിക്കുന്നതിന്, ഒരുപാട് സമയം ഒരാളുടെ കൂടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചിലവഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ഹാങ് ഔട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ടു ഹാങ് ഔട്ട് വിത്ത് ഈച്ച് അതർ. വി ലൈക്ക് ടു ഹാങ് ഔട്ട് വിത്ത് ഈച്ച് അതർ, അല്ലെങ്കിൽ വി എൻജോയ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഈച്ച് അതർ. ലൈക്ക് ആണെങ്കിൽ നമുക്ക് അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ഐ എൻ ജി ഫോം യൂസ് ചെയ്യാം. എൻജോയ് ആണെങ്കിൽ അതിനുശേഷം ഐ എൻ ജി ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. വി എൻജോയ് ഹാങ്ങിങ് ഔട്ട്, വി എൻജോയ് ടു ഹാങ് ഔട്ട് അല്ല, പക്ഷെ വി ലൈക്ക് ഹാങ്ങിങ് ഔട്ട് എന്നും പറയാം. വി ലൈക്ക് ടു ഹാങ് ഔട്ട് വിത്ത് ഈച്ച് അതർ, അല്ലെങ്കിൽ വി ലൈക്ക് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഈച്ച് അതർ. വി എൻജോയ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഈച്ച് അതർ. ഹാങ് ഔട്ട് എന്നത് ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ മാത്രം ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ അല്ല, നമുക്കൊരു സ്ഥലത്ത് സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയാനും ഇത് ഉപയോഗിക്കാം. ഷീ ലൈക്സ് ടു ഹാങ് ഔട്ട് ഇൻ ദ ഷോപ്പിംഗ് മോൾ. അവൾക്ക് ഷോപ്പിംഗ് മോളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഷീ ലൈക്സ് ടു ഹാങ് ഔട്ട് ഇൻ ദ ഷോപ്പിംഗ് മോൾ. അവൻ എപ്പോഴും രവിയുടെ കൂടെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വൈ ഹി ഹാങ്സ് ഔട്ട് വിത്ത് രവി ഓൾ ദ ടൈം. ഐ ഡോണ്ട് നോ വൈ ഹി ഹാങ്സ് ഔട്ട് വിത്ത് രവി ഓൾ ദ ടൈം. എല്ലായ്പ്പോഴും എന്തിനാണ് രവിയുടെ കൂടെ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ കോമൺ ആയി ഒന്നുമില്ല. They haven't got anything common between them. They haven't got anything common between them എന്ന് പറയാം, അല്ലെങ്കിൽ they haven't got anything in common എന്നും പറയാം. അവർക്ക് കോമൺ ആയ ഒരു ഇൻട്രസ്റ്റും ഇല്ല, പക്ഷെ എന്നാലും അവർ പരസ്പരം ഒരുമിച്ച് നടക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് അറിയുന്നില്ല. I don't know why he hangs out with Ravi. They haven't got anything in common, അല്ലെങ്കിൽ anything common between them. എനിക്ക് കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കണമെന്നുണ്ട്. I would like to stay a little longer. പക്ഷെ പോവേണ്ട സമയമായിരിക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് ടൈം ടു ലീവ് എന്ന് പറയാം. ഈ ഒരു കാര്യം തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഹിറ്റ് ദ റോഡ് എന്ന ഫ്രേസ് ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ, ബട്ട് ഇറ്റ് ഈസ് ടൈം ടു ഹിറ്റ് ദ റോഡ്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ. എ ലിറ്റിൽ ലോങ്ങർ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടുതൽ സമയം, ലോങ്ങർ എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം. ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ, ബട്ട് ഇറ്റ് ഈസ് ടൈം ടു ഹിറ്റ് ദ റോഡ്. പക്ഷെ റോഡിലേക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. ഇറ്റ് ഈസ് ടൈം ടു ഹിറ്റ് ദ റോഡ്. ഇറ്റ് ഈസ് ടൈം ടു ലീവ് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ടു ഹിറ്റ് ദ റോഡ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ നേരത്തെ കിടക്കാൻ പോയി. ഐ വെന്റ് ടു ബെഡ് ഏർലി ലാസ്റ്റ് നൈറ്റ്. ഐ വെന്റ് ടു ബെഡ് ഏർലി ലാസ്റ്റ് നൈറ്റ്. കിടക്കാൻ പോയി എന്ന് പറയാൻ, ഉറങ്ങാൻ പോയി എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഗോ ടു ബെഡ്. ഐ വെന്റ് ടു ബെഡ് ഏർലി ലാസ്റ്റ് നൈറ്റ്. കാരണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഐ വാസ് വെരി ടയേർഡ് എന്ന് പറയാം, ഐ വാസ് എക്സോസ്റ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഐ വാസ് ബീറ്റ് എന്നും പറയാം. ഐ വെന്റ് ടു ബെഡ് ഏർലി ലാസ്റ്റ് നൈറ്റ് ബിക്കോസ് ഐ വാസ് ബീറ്റ്. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഐ വാസ് ബീറ്റ്. ഐ ഹാഡ് എ ടഫ് ഡേ ടുഡേ. ഇന്ന് നല്ല വിഷമം പിടിച്ചൊരു ദിവസമായിരുന്നു, ബുദ്ധിമുട്ട് പിടിച്ചൊരു ദിവസമായിരുന്നു. ഐ ആം ടോട്ടലി ബീറ്റ്. ഞാൻ ആകെ തളർന്നാണ് ഇരിക്കുന്നത്. ഐ വർക്ക്ഡ് എ 12-hour ഷിഫ്റ്റ് ടുഡേ. ഇന്ന് ഞാൻ 12 മണിക്കൂറുള്ള ഒരു ഷിഫ്റ്റിലാണ് ജോലി ചെയ്തത്. ആൻഡ് ഐ എം ടോട്ടലി ബീറ്റ്. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു, ക്ഷീണിതയാണ്.
ഇന്റർവ്യൂ നല്ല എളുപ്പമായിരുന്നു. ഒരു കാര്യം വളരെ എളുപ്പമായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് എ പീസ് ഓഫ് കേക്ക്. ദ ഇന്റർവ്യൂ വാസ് എ പീസ് ഓഫ് കേക്ക്. നല്ല എളുപ്പമായിരുന്നു. സിമിലർ മീനിങ് വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് എ വാക്ക് ഇൻ ദ പാർക്ക്. പാർക്കിലൂടെ ഒന്ന് നടക്കുന്നത് പോലെ എളുപ്പമാണ് എന്നർത്ഥം. ദ ഇന്റർവ്യൂ വാസ് എ പീസ് ഓഫ് കേക്ക്. ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ എം ഷുവർ ഐ വിൽ ഗെറ്റ് ദ ജോബ്. ഐ എം ഷുവർ ഐ വിൽ ഗെറ്റ് ദ ജോബ്. ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ജോലി എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഗെറ്റ് ദ ജോബ്. ഞാൻ ആ ഇന്റർവ്യൂ നശിപ്പിച്ചു, കുളമാക്കി എന്നല്ല നമ്മൾ പറയില്ലേ. വേണ്ടതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഗെറ്റ് ദ ജോബ്. ഇങ്ങനെ നമ്മളൊരു കാര്യം നല്ല രീതിയിൽ ചെയ്തില്ല, അത് നശിപ്പിച്ചു, ഇതെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ് സ്ക്രൂ അപ്പ്. ഐ സ്ക്രൂഡ് അപ്പ് ദ ഇന്റർവ്യൂ. ഐ സ്ക്രൂഡ് അപ്പ് ദ ഇന്റർവ്യൂ. ഞാൻ ആ ഇന്റർവ്യൂ നശിപ്പിച്ചു, അത് കുളമാക്കി, വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല. ഇത് നിന്റെ അവസാന ചാൻസ് ആണ്. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇപ്രാവശ്യമെങ്കിലും ഇത് നശിപ്പിക്കരുത്, കുളമാക്കരുത്. പ്ലീസ് ഡോണ്ട് സ്ക്രൂ അപ്പ് ദിസ് ടൈം. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. പ്ലീസ് ഡോണ്ട് സ്ക്രൂ അപ്പ് ദിസ് ടൈം, അല്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ട് സ്ക്രൂ അപ്പ് ദിസ് ടൈം. ഈ സമയമെങ്കിലും അത് നശിപ്പിക്കരുത്, നല്ല രീതിയിൽ ഉപയോഗിക്കണം. പ്ലീസ് ഡോണ്ട് സ്ക്രൂ അപ്പ് ദിസ് ടൈം. 11:30 ആവാതെ ഞാൻ കിടക്കാൻ പോകില്ല. നേരത്തെ നമ്മൾ ഒരു ദിവസത്തെ ജോലി പൂർത്തിയാക്കി ഇനി ബാക്കി വരുന്നത് പിറ്റേ ദിവസം ചെയ്യാം എന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ പറഞ്ഞിരുന്നു, ക്വാളിറ്റി ഡേ അല്ലെ. ഇനി നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണ് ക്വാളിറ്റി നൈറ്റ്. 11:30 ആവാതെ ഞാൻ കിടക്കാൻ പോകില്ല. ഐ ഡോണ്ട് യൂഷ്വലി കോൾ ഇറ്റ് എ നൈറ്റ് അണ്ടിൽ ഇറ്റ് ഈസ് 11:30. ഐ ഡോണ്ട് യൂഷ്വലി കോൾ ഇറ്റ് എ നൈറ്റ്. കോൾ ഇറ്റ് എ നൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി കിടക്കാൻ പോവുക എന്നർത്ഥം. ഐ ഡോണ്ട് യൂഷ്വലി കോൾ ഇറ്റ് എ നൈറ്റ് അണ്ടിൽ ഇറ്റ് ഈസ് 11:30. 11:30 ആവാതെ ഞാൻ കിടക്കാൻ പോകില്ല. സോറി, ഞാൻ ഇത്തിരി വൈകി. ഐ ആം ലേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി വൈകിയിരിക്കുന്നു. ഐ ആം റണ്ണിങ് ലേറ്റ് എന്ന എക്സ്പ്രഷന് നമ്മൾ വൈകുകയാണ്, പക്ഷെ ഒരുപാട് വൈകിയിട്ടില്ല, നമ്മളത് ആ സിറ്റുവേഷൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അതെല്ലാമാണ് അതിനർത്ഥം. ഐ ആം റണ്ണിങ് ലേറ്റ്, നമുക്ക് വൈകിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഇപ്പോഴും നമ്മൾ പൂർണ്ണമായും വൈകിയിട്ടില്ല. ഇപ്പോഴും അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വൈകാതെ നോക്കാൻ സാധിക്കും, ഇതെല്ലാമാണ് അതിനർത്ഥം. സോറി, ഐ ആം റണ്ണിങ് ലേറ്റ്. ഞാൻ അവിടെ 10 മിനിറ്റിലെത്തും. ഐ വിൽ ബി ദർ ഇൻ 10 മിനിറ്റ്സ്. ഐ വിൽ ബി ദർ ഇൻ 10 മിനിറ്റ്സ്. ഹറി അപ്പ്, വി ആർ റണ്ണിങ് ലേറ്റ് എന്ന് പറയാം. പെട്ടെന്നാവട്ടെ, നമുക്ക് വൈകുകയാണ്. വി ആർ റണ്ണിങ് ലേറ്റ്. എന്റെ പിറന്നാൾ ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് യുവർ ബർത്ത്ഡേ. അത് എൻ്റെ മനസ്സിൽ വന്നില്ല. ആ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നതേയില്ല. ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസ് ആണ് സ്ലിപ്പ് മൈ മൈൻഡ്. ഇറ്റ് ജസ്റ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. സോറി, ഐ ഫോർഗോട്ട് യുവർ ബർത്ത്ഡേ. ഇറ്റ് ജസ്റ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. അതെന്റെ മനസ്സിൽ വന്നതേയില്ല. ഇറ്റ് ജസ്റ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. ഞാൻ നിന്നെ വിളിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. ഐ മെന്റ് ടു കോൾ യു, അല്ലെങ്കിൽ ഐ മെന്റ് ടു ഫോൺ യു. പക്ഷേ പിന്നെ ഞാനത് മറന്നു. ബട്ട് ഇറ്റ് കംപ്ലീറ്റ്ലി സ്ലിപ്ഡ് മൈ മൈൻഡ്. ഐ മെന്റ് ടു കോൾ യു ബട്ട് ഇറ്റ് കംപ്ലീറ്റ്ലി സ്ലിപ്ഡ് മൈ മൈൻഡ്. വിളിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, പിന്നെ അതിനെക്കുറിച്ച് മറന്നു. ഇറ്റ് കംപ്ലീറ്റ്ലി സ്ലിപ്ഡ് മൈ മൈൻഡ്. അതെന്റെ മനസ്സിൽ വന്നില്ല, ഓർമ്മയിൽ വന്നില്ല. നമുക്കൊരു കാപ്പി കുടിക്കാം, പൈസ ഞാൻ കൊടുക്കാം. ഞാനാണ് കുടിക്കാമെന്ന് ഓഫർ ചെയ്യുന്നത്, പൈസയും ഞാൻ കൊടുക്കാമെന്ന് പറയുന്നു. ലെറ്റ്സ് ഹാവ് എ കോഫി. ഇറ്റ് ഈസ് ഓൺ മീ. നമ്മൾ ഒരാളെ റെസ്റ്റോറൻറ്റിലോ മറ്റോ വിളിച്ചു കൊണ്ടുപോയി അവരുടെ ഭക്ഷണത്തിന്റെ പൈസ നമ്മൾ കൊടുക്കാം എന്ന് പറയുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസ് ആണ് ഇറ്റ്സ് ഓൺ മീ. ലെറ്റ്സ് ഹാവ് എ കോഫി. ഇറ്റ്സ് ഓൺ മീ. അതിന്റെ പൈസ ഞാൻ തന്നെ കൊടുത്തോളാം. യുവർ ഡിന്നർ ഈസ് ഓൺ മീ. നിന്റെ ഡിന്നറിന്റെ പണം ഞാൻ കൊടുക്കാം. യുവർ ഡിന്നർ ഈസ് ഓൺ മീ. ഈ ഫ്രേസ് ഓർത്ത് വെക്കുക. ഇത് പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെയോ മറ്റോ റെസ്റ്റോറൻറ്റിലും മറ്റും പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഫുഡിന്റെ പൈസ നമ്മൾ കൊടുക്കാമെന്ന് ഓഫർ ചെയ്യാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസ് ആണ് യുവർ ഡിന്നർ ഈസ് ഓൺ മീ. അതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം. ഇനിയിപ്പോ ഭക്ഷണത്തിന്റെ പൈസ ഷെയർ ചെയ്യുകയാണെന്ന് കരുതുക. അതായത് എന്റെ ഭക്ഷണത്തിന്റെ പൈസ ഞാനും കൂടെ വന്ന ആളിന്റെ ഭക്ഷണത്തിന്റെ പൈസ അവരുമാണ് എടുക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഗോ ഡച്ച് ആണ്. ലെറ്റ്സ് ഗോ ഡച്ച്. അത് പറഞ്ഞാൽ അതിനർത്ഥം നിന്റെ പൈസ നീ കൊടുക്കുക, എന്റെ പൈസ ഞാനും കൊടുക്കാമെന്ന്. നിന്റെ ഭക്ഷണത്തിന്റെ പൈസ ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൺ മീ എന്ന് പറയാം. നമുക്ക് രണ്ടുപേർക്കും പൈസ ഷെയർ ചെയ്യാം എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഗോ ഡച്ച്. ഞാൻ ആ ഇമെയിൽ അയക്കാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു സെൻഡ് ദ മെയിൽ. അത് എന്റെ തെറ്റാണ്. ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. എനിക്ക് പറ്റിയ തെറ്റാണ്. ഇത് പറയാനും നമുക്ക് ഇറ്റ്സ് ഓൺ മീ എന്ന് പറയാം. ഐ ഫോർഗോട്ട് ടു സെൻഡ് ദ ഇമെയിൽ. ഇറ്റ്സ് ഓൺ മീ. അത് എന്റെ തെറ്റാണ്. ഞാനാണ് അതിന് ഉത്തരവാദി. ഇറ്റ്സ് ഓൺ മീ. എനിക്ക് ഇന്ന് അല്പം സുഖമില്ലാത്ത പോലെ തോന്നുന്നു. നമുക്ക് സുഖമില്ല എന്ന് പറയാൻ ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറയാം. ഇതിന് ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്രേസ് ആണ് അണ്ടർ ദ വെദർ. ഐ ഫീൽ എ ലിറ്റിൽ അണ്ടർ ദ വെദർ ടുഡേ. ഐ ഫീൽ
എ ലിറ്റിൽ അല്ലെങ്കിൽ എ ബിറ്റ് അണ്ടർ ദ വെദർ ടുഡേ. ഐ ഫീൽ എന്നോ ഐ ആം ഫീലിംഗ് എന്നോ പറയാം. ഈ വെർബ് ഫീൽ എന്ന വെർബ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാം. ഐ ഫീൽ എ ബിറ്റ് അണ്ടർ ദ വെദർ ടുഡേ അല്ലെങ്കിൽ എ ലിറ്റിൽ അണ്ടർ ദ വെദർ ടുഡേ. ഇന്ന് എനിക്ക് അത്ര നല്ല സുഖം തോന്നുന്നില്ല. എനിക്ക് പനി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് എ ഫീവർ. ഐ തിങ്ക് ഐ ആം ഗെറ്റിംഗ് എ ഫീവർ. നമ്മൾ എ ഫീവർ എന്നാണ് പറയുന്നത്, ഫീവർ മാത്രമല്ല. എ ഫീവർ, എ ഹെഡ് ഏക്ക്, എ ടൂത്ത് ഏക്ക്, എ സോർ ത്രോട്ട്, എ കോൾഡ്, അതെല്ലാമാണ് പറയുക. ഇങ്ങനെ കോമൺ എയിൽമെന്റ്സിന്റെ കൂടെ സർവ്വസാധാരണയായി വരുന്ന അസുഖങ്ങളുടെ പേരിന്റെ കൂടെ നമ്മൾ പൊതുവെ ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഞാൻ അവനോട് വെറുതെ ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ. ഐ ഓൺലി ഹാഡ് എ കാഷ്വൽ കോൺവെർസേഷൻ വിത്ത് ഹിം. ഐ ഓൺലി ഹാഡ് എ കാഷ്വൽ കോൺവെർസേഷൻ വിത്ത് ഹിം. അതത്ര വലിയ കാര്യമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അല്ലെങ്കിൽ നോ ബിഗ് ഡീൽ. വലിയ കാര്യമല്ല എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് നോ ബിഗ് ഡീൽ. അതിന്റെ പേരിൽ ഒരു ബഹളം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയ വിഷയമല്ല. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അല്ലെങ്കിൽ നോ ബിഗ് ഡീൽ. എനിക്ക് വീക്കെൻഡിൽ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട്. എവിടെ പോകണമെന്ന് പറയാതെ നമുക്ക് ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് കുറച്ച് ദിവസം മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ഗോ എവേ. ഐ വുഡ് ലൈക്ക് ടു ഗോ എവേ ഓൺ ദ വീക്കെൻഡ്. എനിക്ക് വീക്കെൻഡിൽ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗോ എവേ ഓൺ ദ വീക്കെൻഡ്. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ അതും കുഴപ്പമില്ല. പക്ഷെ പോകണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അത് സാധിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇഫ് ഐ കാൺ ഇറ്റ്സ് നോ ബിഗ് ഡീൽ. ഐ വുഡ് ലൈക്ക് ടു ഗോ എവേ ഓൺ ദ വീക്കെൻഡ് ബട്ട് ഇഫ് ഐ കാൺ ഇറ്റ്സ് നോ ബിഗ് ഡീൽ. അത് പ്രശ്നമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് നോ ബിഗ് ഡീൽ. വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് താമസിക്കുന്നത് ഇപ്പോൾ അത്ര വലിയ വിഷയമല്ല. നേരത്തെ ആയിരുന്നു, ഇപ്പോൾ പക്ഷെ അതത്ര വലിയൊരു വിഷയമല്ല. ഒരുമിച്ച് താമസിക്കുന്ന ലിവിങ് ടുഗെദർ വിവാഹത്തിന് മുമ്പ് ബിഫോർ മാരേജ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ നൗ. ലിവിങ് ടുഗെദർ ബിഫോർ മാരേജ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ നൗ അല്ലെങ്കിൽ ഈസ് നോ ലോങ്ങർ എ ബിഗ് ഡീൽ. ഈസ് നോ ലോങ്ങർ എ ബിഗ് ഡീൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം നേരത്തെ അതൊരു വലിയ വിഷയമായിരുന്നു, ഇപ്പോൾ അല്ല എന്നാണ്. ലിവിങ് ടുഗെദർ ബിഫോർ മാരേജ് ഈസ് നോ ലോങ്ങർ എ ബിഗ് ഡീൽ അല്ലെങ്കിൽ ഈസ് നോട്ട് എ ബിഗ് ഡീൽ നൗ. ഇപ്പൊ അത് അത്ര വലിയ കാര്യമല്ല. അത് ശരിക്കും നിന്റെ കാറ് തന്നെയാണോ അതോ നീ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണോ? നമ്മൾ ഒരാളെ കളിയാക്കുന്നതിന്, അവരെ പറഞ്ഞ് സത്യമല്ലാത്തൊരു കാര്യം സത്യമാണ് എന്ന് വിശ്വസിപ്പിക്കുന്നതിന്, ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് പുൾ ദ ലെഗ്. അത് ശരിക്കും നിന്റെ കാർ തന്നെയാണോ? അത് നിന്റെ കാറാണോ? ഈസ് ദാറ്റ് യുവർ കാർ? ശരിക്കും യഥാർത്ഥത്തിൽ നിന്റെ കാറാണോ? ഈസ് ദാറ്റ് റിയലി യുവർ കാർ? അതോ നീ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണോ? ഓർ ആർ യു പുള്ളിങ് മൈ ലെഗ്? ഈസ് ദാറ്റ് റിയലി യുവർ കാർ ഓർ ആർ യു പുള്ളിങ് മൈ ലെഗ്? യു ആർ പുള്ളിങ് മൈ ലെഗ് എന്ന് പറയുമ്പോൾ നീ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്, പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. സത്യമല്ലാത്തൊരു കാര്യം എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഈസ് ദാറ്റ് റിയലി യുവർ കാർ ഓർ ആർ യു ജസ്റ്റ് പുള്ളിങ് മൈ ലെഗ്? നീ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്. എന്നെ പറഞ്ഞു പറ്റിക്കണ്ട. സ്റ്റോപ്പ് പുള്ളിങ് മൈ ലെഗ്. എന്നോട് പറയുന്നത് നിർത്ത്. സ്റ്റോപ്പ് പുള്ളിങ് മൈ ലെഗ്. നീ ഇന്നലെ അവന്റെ കൂടെ ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. യു ഡിഡിൻ ഹാവ് ലഞ്ച് വിത്ത് ഹിം യെസ്റ്റർഡേ. സ്റ്റോപ്പ് പുള്ളിങ് മൈ ലെഗ്. യു ഡിഡിൻ ഹാവ് ലഞ്ച് വിത്ത് ഹിം യെസ്റ്റർഡേ. നീ ഇന്നലെ അവന്റെ കൂടെ ലഞ്ച് കഴിച്ചിട്ടില്ല. ഞങ്ങൾ ആരുടെ പക്കലും പണമില്ലായിരുന്നു. നൺ ഓഫ് us ഹാഡ് എനി മണി. നൺ ഓഫ് us ഹാഡ് എനി മണി. ഞങ്ങൾ എല്ലാവരുടെയും പ്രശ്നം ഒന്ന് തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും സമാനമായ ഒരു ദുരവസ്ഥയിലായിരുന്നു. വി വർ ഓൾ ഇൻ ദ സെയിം ബോട്ട്. നൺ ഓഫ് us ഹാഡ് എനി മണി സോ വി വർ ഓൾ ഇൻ ദ സെയിം ബോട്ട്. വി ആർ ഇൻ ദ സെയിം ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ പ്രതിസന്ധിയിലാണ് എല്ലാവരും എന്നർത്ഥം. ഒരേ വിഷമഘട്ടത്തിലാണ് എല്ലാവരും. നൺ ഓഫ് us ഹാഡ് എനി മണി സോ വി വർ ഓൾ ഇൻ ദ സെയിം ബോട്ട്. നീ ആരെയാണ് പാർട്ടിക്ക് കൊണ്ടുവരുന്നത് എന്നത് എനിക്ക് വിഷയമല്ല, ഞാനത് കണക്കിലെടുക്കുന്നില്ല. ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ഐ ഡോണ്ട് കെയർ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഐ ഡോണ്ട് കെയർ ഹു യു ബ്രിങ് ടു ദ പാർട്ടി. ഐ ഡോണ്ട് കെയർ ഹും യു ബ്രിങ് ടു ദ പാർട്ടി. അതാണ് ഗ്രാമർ അനുസരിച്ച് ഇവിടെ ഹും ആണ് കറക്റ്റ്, പക്ഷെ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ഹു ആണ് യൂസ് ചെയ്യാറ്. ഐ ഡോണ്ട് കെയർ ഹു യു ബ്രിങ് ടു ദ പാർട്ടി. നീ ആരെയാണ് കൊണ്ടുവരുന്നത് എന്നത് എനിക്ക് വിഷയമല്ല, ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ. അത് നിന്റെ ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യാനുള്ള റൈറ്റ് നിനക്കുണ്ട് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് ഇറ്റ്സ് അപ് ടു യു. ഐ ഡോണ്ട് കെയർ ഹു യു ബ്രിങ് ടു ദ പാർട്ടി. ഇറ്റ്സ് അപ് ടു യു. അത് നിനക്ക് തീരുമാനിക്കാം, നിനക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ഐ ഡോണ്ട് കെയർ ഹു യു ബ്രിങ് ടു ദ പാർട്ടി. ഇറ്റ്സ് അപ് ടു യു. അത് നിന്റെ തീരുമാനമാണ്. നീ നിന്റെ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നത് ഞാൻ അന്വേഷിക്കുന്നില്ല, എനിക്കതൊരു വിഷയമല്ല. ഇതെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് ഐ ഡോണ്ട് കെയർ. ഞാനത് കണക്കിലെടുക്കുന്നേ ഇല്ല. ഐ ഡോണ്ട് കെയർ വാട്ട് യു ഡു വിത്ത് യുവർ മണി. നിന്റെ പണം കൊണ്ട് നീ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ വാട്ട് യു ഡു വിത്ത് യുവർ മണി.
ഇറ്റ്സ് അപ് ടു യു. അത് നിന്റെ തീരുമാനമാണ്, നിന്റെ ഇഷ്ടമാണ്. ഇറ്റ്സ് അപ് ടു യു. നമുക്ക് എന്താണ് ഓർഡർ ചെയ്യേണ്ടത്? വാട്ട് ഷോൾ വി ഓർഡർ? നമ്മൾ എന്താണ് ഓർഡർ ചെയ്യേണ്ടത്? നിനക്ക് തീരുമാനിക്കാം. ഇറ്റ്സ് അപ് ടു യു. നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന എവരിഡേ സ്പീച്ചിൽ അവർ കോമൺലി യൂസ് ചെയ്യുന്ന കുറേയേറെ ഫ്രേസസ് നമ്മൾ ഇന്നത്തെ ലെസണിൽ നോക്കി. ഒരുപാട് ഗ്രാമർ ഒന്നും ആവശ്യമില്ല ഇതൊന്ന് ഓർത്ത് വെച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടി. ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അവരുടെ സ്പീച്ചിൽ യൂസ് ചെയ്യുന്ന ഈ ഫ്രേസസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷും അവരുടേതുപോലെ നാച്ചുറലായി തോന്നും. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഹോംവർക്ക് നോക്കാം. ഈ പ്ലാൻ ഒരു സീക്രട്ട് ആവേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഐഡിയ. സീക്രട്ട് ആവേണ്ടതായിരുന്നു. ദിസ് പ്ലാൻ വാസ് സപ്പോസ് ടു ബി എ സീക്രട്ട്. സീക്രട്ട് ആവേണ്ടതായിരുന്നു. വാസ് സപ്പോസ് ടു ബി എ സീക്രട്ട്. പക്ഷെ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു. ബട്ട് എവരിബഡി സീംസ് ടു നോ അബൌട്ട് ഇറ്റ്. ബട്ട് എവരിബഡി സീംസ് ടു നോ അബൌട്ട് ഇറ്റ്. എവരിബഡി നോസ് അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. സീംസ് ടു നോ അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. This plan was supposed to be a secret, but everybody seems to know about it. ഞാൻ നേരത്തെ ധാരാളം യാത്രകൾ ചെയ്യുമായിരുന്നു. നേരത്തെ ചെയ്യുമായിരുന്നു. യൂസ്ഡ് ഉപയോഗിക്കാം. I used to travel a lot. പക്ഷെ ഇപ്പോൾ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ അധികം യാത്ര ചെയ്യാറില്ല. I no longer do. I used to travel a lot. I no longer do. എനിക്ക് കുറച്ചുകൂടി ഓർമ്മശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ. If only I had a better memory. അല്ലെങ്കിൽ I had a sharper memory. If only I had a better memory. I wish I had a better memory എന്നും പറയാം. മെമ്മറിയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ബെറ്റർ, ഷാർപ്പർ അതെല്ലാമാണ്. If only I had a better memory അല്ലെങ്കിൽ ഷാർപ്പർ മെമ്മറി. I wish ഉപയോഗിച്ചും പറയാം. I wish I had a sharper memory. നിന്റെ കാറിന്റെ 2 ഇരട്ടി വില കൂടുതലുള്ളതാണ് എൻ്റെ കാറ്. My car is twice as expensive as your car അല്ലെങ്കിൽ yours. My car is twice as expensive as yours. As yours എന്ന് പറയുമ്പോൾ യുവർ കാർ എന്ന് തന്നെയാണ് അർത്ഥം. യുവേഴ്സ് ഒരു പൊസസീവ് പ്രൊനൗൺ ആണ്. അതിന് പകരം നമുക്ക് യുവർ കാർ എന്ന എക്സ്പ്രഷനും യൂസ് ചെയ്യാം. സുഖമില്ലെങ്കിലും അവൾ എപ്പോഴും ആഹ്ലാദവതിയാണ്. അവൾക്ക് നല്ല സുഖമില്ല, പക്ഷെ എപ്പോഴും ഹാപ്പിയാണ്. ദോ ഷീ ഈസ് അൺവെൽ ഷീ ഈസ് ഓൾവേസ് ഹാപ്പി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ദോ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്ത്. ഇത് നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, ഡെസ്പൈറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, ബട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഒരു പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 3 തരത്തിലുള്ള വേർഡ്സ് ആണ്. നൗൺ ഉപയോഗിക്കാം, പ്രൊനൗൺ ഉപയോഗിക്കാം, ing ഫോം ഉപയോഗിക്കാം. സുഖമില്ലെങ്കിലും ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ അവൾ എപ്പോഴും ആഹ്ലാദവതിയാണ്. ഷീ ഈസ് ഓൾവേസ് ചീർഫുൾ അല്ലെങ്കിൽ ഷീ ഈസ് ഓൾവേസ് ഹാപ്പി. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ ഷീ ഈസ് ഓൾവേസ് ചീർഫുൾ. Despite being ill. ഇൻസ്പൈറ്റ് ഓഫിന് പകരം നമുക്ക് ഡെസ്പൈറ്റ് ഉപയോഗിക്കാം. Despite being ill, she is always cheerful. 2 സെന്റൻസ് ആയി എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? She is ill, she is cheerful അല്ലെ? ആ she is illലെ ഈസിന്റെ ing ഫോം ആണ് being. അതാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം ഉപയോഗിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് being ill, she is always cheerful. നമുക്ക് ബീയിങ് ഇൽ എന്ന ഒരു ഫ്രേസിന് പകരം നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഇൽനെസ് എന്ന നൗൺ ഉപയോഗിക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഇൽനെസ് ഷീ ഈസ് ഓൾവേസ് ചീർഫുൾ. ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം നമുക്ക് നൗൺ ഉപയോഗിക്കാം, പ്രൊനൗൺ ഉപയോഗിക്കാം, ing ഫോം ഉപയോഗിക്കാം. എൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. നമുക്കത് ഇറ്റ്സ് നോ ഗുഡ് ഉപയോഗിച്ച് പറയാം, ഇറ്റ്സ് നോ യൂസ് ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ ദർ ഈസ് നോ പോയിന്റ് ഇൻ അത് ഉപയോഗിച്ചും പറയാം. 3 ആയാലും അതിനുശേഷം ing ഫോം വേണം ഉപയോഗിക്കാൻ. ഒരാളെ അവർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം അവരെ പറഞ്ഞ് അത് പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പറയാം. ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് പെർസ്വേഡ്. എൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ദർ ഈസ് നോ പോയിന്റ് ഇൻ ട്രൈങ് ടു പെർസ്വേഡ് മീ. ദർ ഈസ് നോ പോയിന്റ് ഇൻ ട്രൈങ് ടു പെർസ്വേഡ് മീ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ഓൾറെഡി ഡിസിഷൻ എടുത്തിരിക്കുന്നു. ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് അപ്പ് മൈ മൈൻഡ്. ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് അപ്പ് മൈ മൈൻഡ്. ഈ ഫ്രേസും ഓർത്ത് വയ്ക്കുക. മേക്കപ്പ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് അർത്ഥം. ദർ ഈസ് നോ പോയിന്റ് ഇൻ ട്രൈങ് ടു പെർസ്വേഡ് മീ. ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് അപ്പ് മൈ മൈൻഡ്. അവന് ഒരു ജോലിയില്ല. ഹി ഡസൻറ്റ് ഹാവ് എ ജോബ് അല്ലെങ്കിൽ ഹി ഹാസിൻ ഗോട്ട് എ ജോബ്. അവൻ്റെ ഭാര്യയ്ക്കും ഇല്ല. നോർ ഡസ് ഹിസ് വൈഫ് അല്ലെങ്കിൽ നീദർ ഡസ് ഹിസ് വൈഫ്. ഹിസ് വൈഫ് ഡസൻറ്റ് ഹാവ് ഐദർ എന്നും പറയാം. ഹിസ് വൈഫ് ഡസൻറ്റ് ഹാവ് ഐദർ. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഹോംവർക്ക് ഇല്ല. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.